വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MRC വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ടോ എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ പോകുന്നത് മുണ്ടൂർ റൂട്ടിലാണ് കേട്ടോ. മാങ്ങോട് ഭഗവതി ക്ഷേത്രത്തിൽ ഇന്ന് അടിപൊളി പൂരം നടക്കുന്നുണ്ട്. അങ്ങോട്ടുള്ള ആനയാണ് ആ പോണത് കേട്ടോ. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഏകദേശം അടുത്തെത്തിയപ്പോൾ കണ്ടത് നമ്മുടെ ഗുരുവായൂർ നന്ദന് ഇവിടെ നിൽക്കുന്നുണ്ട്. കമ്മിറ്റിക്കാരാൻ തോന്നുന്നുണ്ട് കേട്ടോ. അവർ പഴവും പിന്നെ വത്തക്ക എല്ലാം കൊടുക്കുന്നുണ്ട്. ആനക്ക് നല്ല സന്തോഷമായി കാണും. പാപ്പാൻ അതിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരു കൺട്രോൾ ചെയ്യാൻ ഒരാൾ അവിടെ വേണം. ഗുരുവായൂർ നന്ദന് പിന്നെ ഭയങ്കര ലുക്കാണ് കേട്ടോ ആളെ കാണാൻ. ആന നല്ല ആരോഗ്യവാനാണ്, നല്ല തലയെടുപ്പ്, നല്ല ആന ഭയങ്കര ഒരു വെയിറ്റുള്ള ആനയാണ്. അതായത് ആനകളിൽ ഏഷ്യയിൽ തന്നെ ഏറ്റവും കനം കൂടിയ ഭാരമുള്ള ആനയാണ് ഗുരുവായൂർ നന്ദൻ കേട്ടോ. ഇനി ഇങ്ങനെ വത്തൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അത് ഫോട്ടോ എടുക്കുകയാണ് ഇവിടെ മറ്റുള്ളവർ. ഞാൻ ഈ ഗുരുവായൂർ നന്ദൻ്റെ ഷോർട്സ് വീഡിയോ ഇട്ടായിരുന്നു ഒരു 16 സെക്കൻഡേ ഉള്ളൂ. അത് ഒരു 34,000 വ്യൂ ആയിട്ടുണ്ട്. പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പോൾ അവിടെ ഇങ്ങനെ വരിക്ക ആളുകൾ നിൽക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് അവിടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള നിൽപ്പാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അന്നദാനമുണ്ട് ഉള്ളിൽ തോന്നുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടാവും. അങ്ങോട്ട് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോയിട്ടില്ല, ഇവിടെ നിന്ന് കുറച്ച് എടുത്തുന്നുള്ളൂ. പിന്നെ ഇവിടെ ഈ ദേശത്തിന്, ഈ അമ്പലത്തിൻ്റെ പരിസരത്തുള്ള ദേശത്തിന് 5 ആനകളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ ആനകളിങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി, വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ആന ഇവിടെ നിന്നൊരു പനമ്പട്ടൊക്കെ തിന്ന് നിൽക്കുന്നുണ്ട്. ഈ ആന നന്ദിലത്ത് ഗോവിന്ദക്കണ്ണനാണ് കേട്ടോ. ഇത് കുനിയങ്ങാട്ടിൽ ദേവിദാസനാണ്. അപ്പോൾ ഈ ആനകളൊക്കെ ഇവിടെ പരിസര പ്രദേശങ്ങളിൽ തന്നെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. റബ്ബറും കാടാണ്. അപ്പോൾ അവർക്ക് നല്ല തണലൊക്കെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെയൊക്കെ ഒഴിച്ച് കൊടുന്ന് നിർത്തിയിട്ടുണ്ട്, നല്ല തണലത്ത് നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി മറ്റുള്ള ആനകൾ കുറച്ച് അപ്പുറത്തൊക്കെ ഉണ്ട്, അവരൊക്കെ കൂടെ എടുക്കണം. ഇത് രാവിലത്തെ കാഴ്ചകളാണ് കേട്ടോ പൂരത്തിൻ്റെ. പിന്നെ ഈ നിൽക്കുന്നത് ഗുരുവായൂർ ശങ്കര നാരായണൻ എന്ന് പറഞ്ഞ ആനയാണ് കേട്ടോ. അപ്പോൾ ഇവന്മാരൊക്കെ ഇപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരും, ക്ഷേത്രത്തിലോട്ട് കൊണ്ടുവരും. എന്നിട്ട് അവിടുന്ന് കോലം നെറ്റിപ്പട്ടൊക്കെ ചാർത്തിയിട്ട് അവിടുന്ന് മേളം തുടങ്ങാനുണ്ട്. ഇവന്മാരൊക്കെ നേരത്തെ നിർത്തിയിട്ട് കേട്ടോ. അതിനുള്ള പോക്കാണിത്. ഞാനിവിടെ രാവിലെ വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു 9 മണി 9:30 ഉള്ളിലൂടെ എത്തിയിട്ടുണ്ട്. എന്നാൽ രാവിലെ ലോറിയിൽ നിന്ന് ഇറക്കുന്നതും ആനകൾ എങ്ങനെ തനിച്ച് കിട്ടുള്ളൂ നമുക്ക്. അതിന് വേണ്ടിയിട്ട് നേരത്തെ വരുന്നതാണ്. ഇത്തിരി ബുദ്ധിമുട്ടാണ് രാവിലെ തന്നെ ഇങ്ങോട്ട് വരുന്നതൊക്കെ. എന്താ വെച്ചാൽ പിന്നെ പൂരം തുടങ്ങിയ ഒരു 3 മണി 4 മണിക്കൊക്കെ ആയിരിക്കും വരവുകളൊക്കെ. അതുവരെ അവിടെ മുഷിപ്പാണ് നിൽക്കുന്നത്. എനിക്കത്ര ടയർഡായ ഞാൻ പോട്ടോ. ഇപ്പോൾ ഗുരുവായൂർ നന്ദനെ അണിയിച്ചൊരുക്കുന്ന കേട്ടോ. അത് നെറ്റിപ്പട്ടൊക്കെ ചാർത്തിയിട്ടുണ്ട്. ആളങ്ങനെ മൊഞ്ചനാക്കാട്ടോ. അതുകൊണ്ടല്ലോ ഓരോ ആനകളും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് വരിക്ക് നിൽക്കട്ടോ അമ്പലത്തിൻ്റെ മുന്നിൽ. ഓരോരുത്തർ ആനയുടെ പുറകിലൂടെ ആന കാല് പൊന്തിച്ചു കൊടുക്കുന്നുണ്ട്, കയറുന്നുണ്ട്. ഇത് മച്ചാട് ജയറാം കേട്ടോ. മച്ചാട് ജയറാം എന്ന് പറഞ്ഞ ആനയാണത്. നല്ല അടിപൊളി ആന കേട്ടോ മച്ചാട് ജയറാം. അവൻ സ്റ്റെപ്പ് കയറി വരുന്നുണ്ട് കേട്ടോ ഒരാന. എന്തായാലും സംഭവം സെറ്റപ്പാണ് ഇങ്ങനത്തെ കാഴ്ചകൾ കാണുമ്പോൾ. ഇതൊക്കെ രാവിലത്തെ കാഴ്ചകളാണ് കേട്ടോ. പൂരത്തിൻ്റെ രാവിലെയുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവന്മാരൊക്കെ ഒരു നിൽക്കാനുണ്ട് മക്കളെ. കണ്ടോ എന്താ രസം, ഭയങ്കര ഭംഗി കേട്ടോ. നെറ്റിപ്പട്ടം ചാർത്തിയിട്ട് 5 ആന ഇതങ്ങനെ വരിക്ക് നിൽക്കുന്നുണ്ട്.
പിന്നെ ഞാൻ വേറൊരു ദേശത്തേക്ക് വന്നപ്പോൾ അവിടെ 13 ആനകളുണ്ട് കേട്ടോ. അപ്പോൾ ഉഷശ്രീ ശങ്കരൻകുട്ടിയാറിൻ്റെ ആനയാണിത്. ഇതിനവിടെ കുളിപ്പിക്കാൻ പോകണ്ടോ. ഇതൊരു റബ്ബറും കാട്ടിൻ്റെ ഉള്ളിലാണ് ഇതിനെ ഇറക്കിക്കണേ. പക്ഷെ ഇവിടെ 13 ആന ഉണ്ടായതുകൊണ്ട് എനിക്ക് ഒരെണ്ണേ കാണാൻ പറ്റുള്ളൂ. കാരണം ഞാൻ ഈ മാങ്ങോട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ഇങ്ങോട്ട് 2.5 കിലോമീറ്റർ ഓടിയിട്ടാണ് ഇതിനെ കാണാൻ സാധിച്ചത്. ആന അവിടെ കടന്നു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നല്ല ഉരക്കലാവും. കുളിപ്പിക്കാൻ റെഡി ആയിരിക്കാം. അയ്യ പാപ്പ ചെവി കൊണ്ട് പിടിച്ച് വലിക്കുന്നുണ്ട്. അപ്പോൾ ആനയുടെ കടക്കോടെ ഇനി 13 ആനത്തെ ഒരാനനെ ഞാൻ കണ്ടോളൂ കേട്ടോ ഈ ഭാഗത്ത്. മറ്റുള്ള ആന കാണാനില്ല. ഇത് വീരമംഗലം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമാണ്. അവിടെ വന്നപ്പോൾ അവിടെ 5 ആനകളുണ്ട് ഇവർക്കും. വീരമംഗലത്തേക്കും വരണമെങ്കിൽ 2.5 കിലോമീറ്റർ ഓടണം കേട്ടോ. ഈ അമ്പലത്തിൻ്റെ അവിടുന്ന്, ഇന്ന് പൂരം നടക്കുന്ന അമ്പലത്തിൻ്റെ അവിടുന്ന് വീരമംഗലത്തേക്ക് കുറച്ച് ഓടാനുണ്ട്. ഇവിടെയും തന്നെ 4 ആനകളെ കെട്ടിയിട്ടുണ്ട്. പിന്നെ നന്ദത്ത് ഗോപാലകൃഷ്ണൻ ഉണ്ടോ എന്ന് ഡൗട്ടുണ്ട്. ഞാൻ പോയി നോക്കിയിട്ടില്ല. അപ്പം ഇനി ഈ ആനകളൊക്കെ കുളിപ്പിക്കാൻ കൊണ്ടുപോകും കേട്ടോ. കുളിപ്പിച്ച് കുട്ടപ്പന്മാരാക്കി കൊണ്ടുവരും ഇപ്പോൾ. എന്നിട്ട് വേണം അങ്ങോട്ട് എല്ലാ ചടങ്ങും കഴിഞ്ഞിട്ട് അമ്പലത്തിലോട്ട് അങ്ങനെ പോകും ഇവന്മാർ. പിന്നെ ഞാൻ വീണ്ടും അമ്പലത്തിൻ്റെ എൻട്രൻസിലോട്ട് വന്നപ്പോൾ ഗുരുവായൂർ നന്ദനെ അവിടെ കുളിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം കയ്യാറായിട്ടുണ്ട് കുളിയൊക്കെ. അവന് സ്റ്റെപ്പ് കയറിയിട്ട് ഇത് അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് വരാൻ വേണ്ടി നിൽക്കട്ടോ. കണ്ടിലേക്ക് സ്റ്റെപ്പ് കയറി വരുന്നുണ്ട് ആശാൻ. എന്നാ ലുക്കില്ല ആന. ഇനി ആനകളൊക്കെ ഇതാ ഈ വാതിലിൻ്റെ ഉള്ളിലൂടെ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് കിടക്കാൻ കേട്ടോ. അതിനെന്താ ശ്രീകോവിലോ അങ്ങനെ എന്തോ പറയുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. എല്ലാവരും ഇവിടുത്തെ 5 ആന അങ്ങോട്ട് കയറുന്നുണ്ട്. മച്ചാട് ജയറാമാണ് പുറകിൽ പോകുന്നത് കേട്ടോ. എന്താന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇനി കോലം വെക്കലും പിന്നെ നെറ്റിപ്പട്ടം ചാർത്തലൊക്കെ കേട്ടോ. കോലം ഗുരുവായൂർ നന്ദനാണ് ആദ്യം വെച്ചുകൊടുക്കുക. അതാ ഞാൻ കണ്ടത് അവിടുന്ന്. മറ്റുള്ള ആനകൾക്കൊക്കെ നെറ്റിപ്പട്ടം മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഈ ആനകളൊക്കെ അതൊക്കെ ചാർത്തിയിട്ട് ഇനി ഇങ്ങോട്ട് തന്നെ പുറത്തേക്ക് തന്നെ വരും കേട്ടോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയുടെ അതിൻ്റെ ചെയ്യാൻ എനിക്ക് എമർജൻസി കോള് വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് തിരിച്ച് വീട്ടിലോട്ട് പോകണ്ട. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പരമാവധി നമ്മൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. ഓക്കെ, താങ്ക് യു.